ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. 6:30 ആയപ്പോഴത്തേക്കും കുണ്ടന്നൂരുള്ള ഈ മനോഹരമായ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വന്ന് നിൽക്കുകയാണ്. ഇത്രയും ഡിസിപ്ലിനോടുകൂടി, ഇത്രയും ശുഷ്കാന്തിയോടുകൂടി, ടൈമിങ് ഇത്ര കറക്റ്റാക്കി എങ്ങനെ ഞാൻ ഇവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമ്മുടെ സ്റ്റാർ തന്നെയാണ് അതിൻ്റെ കാര്യം. അദ്ദേഹം വളരെയധികം ഡിസിപ്ലിൻ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒത്തിരി നല്ല മിലിറ്ററി ബേസ്ഡ്, ആർമി ബേസ്ഡ് പടങ്ങൾ തന്ന ഒരു ഗംഭീര കലാകാരൻ കൂടിയാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആളാരാണെന്ന്. ഇനി ഞാൻ ഒത്തിരി സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല. നമ്മുടെ സ്വന്തം മേജർ രവിയാണ് ഇന്നത്തെ സ്റ്റാർസ്. ഹലോ സർ, ഗുഡ് മോർണിംഗ്. Good morning. How are you? I am good. How are you? What are we starting with? How does your day usually start? I'll be going for cycling now. Cycling. സൈക്കിൾ ഞാൻ ഓടിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി. പക്ഷെ എന്നാലും നോക്കാം. സൈക്കിൾ ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കൂടെ ഓടാം. Morning. എന്താവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഇറ്റ്സ് ഗോയിങ് ടു ബി ഫിൽഡ് വിത്ത് അഡ്വെഞ്ചർ ആൻഡ് ഫിൽഡ് വിത്ത് വാട്ട് മേജർ രവി ഹാസ് ടു ഓഫർ അസ്. എങ്ങനെയാണ് രവി സാറിൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത് എന്ന് നമുക്ക് ഇന്നറിയാം. സർ, Yes. Let's go. അപ്പോൾ ഇതാണോ മേജർ രവി സാറിൻ്റെ ഒരു യൂഷ്വൽ റൂട്ടീൻ? ഇവിടെ മുഴുവൻ രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരും ഓടാൻ ഇറങ്ങുന്നവരും പട്ടികളും. നമസ്കാരം. നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഇവരെ എല്ലാവരെയും കാണാറുണ്ടോ? എല്ലാവരെയും കാണാറുണ്ട്. ഞാൻ അങ്ങ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും സുഖവിശേഷങ്ങളൊക്കെ ചോദിച്ച് തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്കും ഒരുവിധം നാട്ടിലെല്ലാവരും നമസ്കാരം. വൈഫ് ഇതുപോലെ തന്നെ ആക്റ്റീവ് ആണോ? കൂടെ എക്സസൈസ് ചെയ്യാനൊക്കെ വരും? അവള് ഞാനില്ലെങ്കിൽ അവള് എഴുന്നേറ്റ് പോയിക്കോളും. അയ്യോ, ഇന്ന് കണ്ടില്ലല്ലോ, എക്സസൈസ് ചെയ്യാൻ വന്നില്ലല്ലോ. തിരിച്ചു വരുമ്പോൾ ഒരു കൈയടിച്ചൊരു സ്ത്രീ എന്ന് പറയുന്നത് അത് എൻ്റെ ഭാര്യയായിരുന്നു. അല്ല, ഞാൻ വഴി അയലോക്കല്ലായിരുന്നു. അവിടെ നടന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഒരു കൈ വെച്ചിട്ടൊരു അടി കളിച്ചത്. അപ്പൊ നിങ്ങൾ ഓരോ റൗണ്ട് പോകുമ്പോഴും നിങ്ങൾ അതില്ല, ബേസിക്കലി റൗണ്ട് എല്ലാം ഒരുമിച്ചാവാതിരിക്കാൻ നോക്കും. കാരണം ഒരു വഴിയിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ വഴിയിലും പോകും. കാരണം എന്റെ യൂഷ്വലി അങ്ങനെയാണോ പോകുന്നത്? ഒരാൾ ഒരു വഴിക്ക് മറ്റേ ആൾ മറ്റേ വഴി. ബിക്കോസ് ഷീ ഈസ് ടു ഫാസ്റ്റ് ഡ്രൈവിംഗിൽ, ഐ മീൻ വാക്കിങ്ങിൽ. ഞാൻ വിട്ടേക്ക്, എനിക്ക് എൻ്റെതായിട്ടുള്ള പിന്നെ ആളെ കണ്ടു കഴിഞ്ഞാൽ ഹായ് ഹലോ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാനൊക്കെ പോകും. മേജർ രവി സാറിനെ കാട്ടിലും ഫാസ്റ്റ് ആണ് വൈഫ്. സംശയമില്ല എക്സസൈസിന്റെ കാര്യത്തിൽ. പക്ഷേ വി ഓൾ മെയിൻറ്റെയിൻ ദാറ്റ് കൈൻഡ് ഓഫ് എ റൂട്ടീൻ. ദാറ്റ് ഈസ് റിയലി നൈസ്. അത് കൂടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒക്കെ ആഗ്രഹമുണ്ട് അല്ലേ? ആഗ്രഹമുണ്ട്. ഇതാ വന്നിരിക്കുന്നത് മാക്സ് ബോട്ടിലോട്ട. മാക്സ് ഈ എക്സസൈസ് അല്ലാതെ ഹായ് ഹലോ പറയാ അതൊക്കെ ഉണ്ട്. ഷെയ്ക്ക് ഹാൻഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ വന്നാൽ തരും, അല്ലെങ്കിൽ ഇല്ല. മാക്സിന്റെ കയ്യിൽ നിന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് മേടിച്ചിട്ട് വേണം ഇന്ന് നമുക്ക് പോകാൻ. സാറ് നേരത്തെ എന്നോട് മാത്രമായിട്ട് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ വ്യൂവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഞാനതൊന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം കണ്ടില്ലേ ബ്യൂട്ടി എന്താണെന്നുള്ളത്? ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇവിടെ ഐ ക്യാൻ സീ ലോട്ട് ഓഫ് കുറേ മെഡൽസ്, അതായത് ട്രോഫീസ്, അതൊക്കെ കാണാം. ഇതിൽ വിച്ച് ഇസ് യുവർ പ്രൗഡസ്റ്റ് മൊമെന്റ് ട്രോഫി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് ട്രോഫി എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷന് പോകുന്ന സമയത്തും കിട്ടുന്ന അവാർഡുകളാണ്. അത് ചിലപ്പം നമ്മൾ പള്ളിയിൽ പരിപാടിക്ക് പോകണമെങ്കിൽ അവരവരുടേതായിട്ടുള്ള ദൈവവിശ്വാസത്തിൻ്റെ എന്തെങ്കിലും കൊടുത്തൊരു, അമ്പലത്തിലാണെങ്കിൽ അതങ്ങനെ, സ്കൂളുകളിലാണെങ്കിൽ അതങ്ങനെ. സോ ദർ ഈസ്. എന്നാലും ഇവിടെയുള്ള ഏതിനോടാണ് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉള്ളത്? ഇതിനകത്ത് ഇവിടെ ഇപ്പം നിങ്ങൾക്കത് കാണില്ല, പക്ഷേ ഞാൻ എന്നും ചെറിഷ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത്, എനിക്ക് തിരക്കഥയ്ക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, TV ചാനൽസിൻ്റെയും എല്ലാം. പക്ഷേ ഒരു സ്റ്റേറ്റ് അവാർഡ് തിരക്കഥയ്ക്ക്
കാരണം എന്താണെന്നറിയോ, ആ തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പം ദാറ്റ് വാസ് സംതിങ് വിച്ച് ഐ റിയലി ഫെൽറ്റ് ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ. വൈ യു നോ, ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. തിരക്കഥയ്ക്ക് കിട്ടിയത്, ഡയറക്ഷന് കിട്ടിയാലും ഐ എം നോട്ട്. കാരണം ഞാൻ ഈ 10ാം ക്ലാസ്സിൽ തോറ്റ 3 സബ്ജക്റ്റ് ഉണ്ട്. ഒന്ന് മലയാളം ഉണ്ടായിരുന്നു. അവിടെ ആ സ്റ്റേറ്റിൽ ഞാൻ തിരക്കഥയ്ക്ക് അവാർഡ് വായിച്ചെന്ന് പറയുമ്പോൾ മലയാളം ടീച്ചർമാരൊക്കെ ഇത് കാണുന്നുണ്ടോ, ഒരിക്കലും അവർ ചോദിക്കും, ഓ മൈ ഗോഡ് ഇവർ തിരക്കഥയ്ക്ക് അവാർഡ് വായിച്ചെന്നുള്ളത്. സോ ദാറ്റ് ഈസ് വൈ ദാറ്റ് അവാർഡ് ഈസ് സംതിങ് റിയലി ജസ്റ്റ് ഓൾ എവറിത്തിങ് ഐ ഡോണ്ട് ത്രോ ഇറ്റ് ഔട്ട്. അപ്പൊ ഈ ആർമിയിലായിരിക്കുന്ന സമയത്ത് തന്നെ എഴുത്തും വായനയും സിനിമയും കലാപരമായ അപ്പൊ ഒന്നുമില്ലായിരുന്നു, ഡയറി പോലും എഴുതത്തില്ല? ഡയറി പോലും എഴുതുന്ന പരിപാടിയില്ല. യൂഷ്വലി ഈ ആർമി ദേ ടെൻഡ് ടു റൈറ്റ് ഡൗൺ, കാരണം യുവർ ലൈഫ് ഇസ് സോ ഫുൾ ഓഫ് ഹാപ്പനിങ്സ്. പക്ഷെ എൻ്റെ ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ്. എനിക്ക് വളരെ മെമ്മറി, എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ 3 വയസ്സിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റ് അടക്കം അച്ഛൻ പറയും നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ. എനിക്ക് ഫസ്റ്റ് ജീവിതത്തിൽ ഏറ്റവും ആദ്യം ഓർമ്മയുള്ള കാര്യം എന്താണ്? വയനാട്ടിൽ അച്ഛൻ ജോലി ചെയ്തിരുന്ന സമയത്ത് അച്ഛനൊരു ടി എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ബാരക്ക് പോലുള്ള ഈ ടി എസ്റ്റേറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. ഓരോ റൂം, ഒരു അടുക്കള, അതെല്ലാം കൂടെ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ പല എംപ്ലോയീസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഞങ്ങളുടെ വീടിന് നേരെ മുമ്പിലൊരു പൈപ്പ് ഉണ്ടായിരുന്നു. ഈ പൈപ്പിൻ്റെ താഴത്തോട്ട് ഫുൾ സ്ലോപ്പാണ്, ഇങ്ങനെ തീ വെക്കാൻ വേണ്ടി പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള സ്ലോപ്പ്. താഴത്ത് നമുക്ക് കാണുന്നത് താമരശ്ശേരി ചുരം. അന്ന് പണ്ടത്തെ ഒരു ലോറിയൊക്കെ ഇവിടുന്ന് കയറി വരുന്നത്, ഇവിടുന്ന് കയറി വരുന്ന ലോറിയോ ബസ്സോ അത് നമ്മൾ കുറേ നേരം കഴിഞ്ഞാലായിരിക്കും ഇപ്പുറത്ത് ഇവിടെ വരുന്നത്. അത്രയും അങ്ങനെ ആ ദിവസത്തെ എനിക്കൊരു ഓർമ്മ എന്ന് പറയുന്നത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം അമ്മ ഈ ചെമ്പുകുടമായിരുന്നു അന്നൊക്കെ, അന്ന് മൺകുടം ഇതൊന്നുമല്ല. ഈ ചെമ്പുകുടത്തിനകത്ത് അമ്മ വെള്ളം പിടിക്കാൻ വേണ്ടി ഇത് പോയ സമയത്ത് ഒരു ശബ്ദം കേട്ട് നമ്മൾ നോക്കുമ്പോൾ അമ്മ കയ്യും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഇടി വെട്ടിയപ്പോൾ ചെമ്പുകുടത്തിൻ്റെ മുകളിൽ കറണ്ട് അടിച്ചിട്ട് ഈ കുട ഇങ്ങനെ പറന്നു പോകുന്ന വാലിയിലോട്ട് അമ്മ കയ്യും പിടിച്ചിട്ട് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതൊരു 2 ഇഞ്ച് പുറത്ത് മാറുന്നെങ്കിൽ മിന്നലടിച്ചിട്ട് ചെമ്പുകുടം തെറിച്ചു പോയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ടത്. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഇനീഷ്യൽ ഡേയ്സ് മെമ്മറീസ്. അതുപോലെ അച്ഛൻ്റെ കൂടെ വയനാട്ടിൽ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അച്ഛൻ ഈവനിങ്ങിൽ അങ്ങനെ കൊണ്ടുപോകും. പോകുന്ന സമയത്ത് എനിക്കിന്നും ഈ വെള്ളം സ്ട്രീംസ് പോകുന്ന സമയത്ത് വയനാട്ടിലെ കാട്ടിലെ സ്ട്രീംസിൽ കൂടെ അതിൻ്റെ ഈ ചെടികളുടെ അടിയിൽ കൂടെ പോകുന്ന വെള്ളം വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പളുങ്ക് പോലെ ഇരിക്കും. ചെറിയൊരു ശബ്ദം ഉണ്ടായിരിക്കും. അതിന് മുകളിൽ ചെറിയ ചെറിയ പൂക്കൾ, അതൊക്കെ മാറ്റിയിട്ട് ആ വെള്ളം നോക്കുമ്പോൾ ചെറിയ വെള്ളം മീനൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഐ ക്യാൻ സീ ദ ഡയറക്ടർ ഇൻ യു. രവി സാറിന്റെ ഉള്ളിലെ ആ ഡയറക്ടർ ഇങ്ങനെ അതിന്റെ വിഷ്വൽ മുഴുവൻ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പലപ്പോഴും പോകുന്ന സമയത്ത് പായൽ പിടിച്ച് കിടക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ തെളിനീരിങ്ങനെ ഓടയായിരിക്കും. പക്ഷെ അവിടെയും അതിനടിയിൽ കൂടെ പോകുന്ന വെള്ളം വളരെ പ്യുവറായിരിക്കും. കാരണം ഇറ്റ് ഈസ് ബീൻ ഫിൽറ്റേർഡ്. അത് കാണുമ്പോൾ എനിക്ക് വയനാട്ടിലെ സമയങ്ങൾ ഓർമ്മ വരാറുണ്ട്. ആക്ച്വലി നമ്മളെ ഈ സിനിമകൾ കണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഇംപ്രഷൻ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒരു ആർമി പേഴ്സൺ, അല്ലെങ്കിൽ പണ്ട് മിലിറ്ററിയിലായിരുന്നു, മറ്റേ കുഞ്ഞ് ഷോർട്സ് ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് വളരെ സീരിയസ് ആയിട്ട് ഓക്കെ മാക്സിമം പത്രം വായിക്കും, അത് ചെയ്യും ഇത് ചെയ്യും. ഒരു കോമഡി, ഒരു ഹ്യൂമർ സെൻസിലാണ് കൂടുതലും ക്യാരക്ടേഴ്സ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സാറിനെ ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ സാർ യു ഹാവ് സോ മെനി ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ടു യു. ഇപ്പോൾ ഒരു നേച്ചർ ലവറാണ്, ഇത്രയും ഓർമ്മയുള്ള ആളാണ്, ഒരു ഡോഗ് ലവറാണ്, എന്തുവാ അങ്ങനെ സൈക്ലിങ്ങിന് ആൾക്കാരോടൊക്കെ ഹായ് പറയുന്നു, ജനസമ്മതനാണ്. അല്ല, യു ഷുഡ് ആക്ച്വലി ട്രൈ പൊളിറ്റിക്സ് ഒന്ന് ട്രൈ ചെയ്യാവുന്നത്. എനിക്ക് ഒന്ന് മാത്രം അറിയാം, സിനിമയിൽ കയറിയിട്ട് പൊളിറ്റിക്സ് അറിയത്തില്ല എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടവനെ അപ്പാന്ന് വിളിക്കാം, തോന്നുന്ന സമയത്ത് മാറ്റി പറയാം, എന്തും പറയാം. എനിക്കതിനകത്ത് അത് ഏത് പാർട്ടിയോടും എനിക്ക് ചായ്മ തോന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഒരു ലീഡർ എന്നുള്ളത് അത് ഇപ്പോഴും ഞാൻ പരസ്യമായിട്ട് തന്നെ പറയുന്നു. ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എനിക്ക് ഇഷ്ടമാണ്, നരേന്ദ്രമോദി, ഒരു ലീഡർ. ദെൻ വെൻ അതിന് എന്നെ BJP കാരൻ അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഐ ആം നോട്ട് ബോതേർഡ്. അതേ സമയത്ത് അദ്ദേഹം എന്തെങ്കിലും
തെറ്റായ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും ഞാൻ വെയിറ്റ് ചെയ്യില്ല. സാറിനോട് ആക്ച്വലി സംസാരിച്ചോണ്ടിരുന്ന നമുക്ക് ഇങ്ങനെ ഫുൾ ഡേ സംസാരിച്ചോണ്ടിരിക്കാം. എപ്പിസോഡിന്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. സോ നൗ ഐ വിൽ ഹാവ് മൈ ബാത്ത്. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് then I'll be going for the സാറ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ചൊരുങ്ങി സുന്ദരനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ചേച്ചിയും മോനെയും ഒന്നും കണ്ടില്ലല്ലോ. ചേച്ചിയുടെ എനിക്കൊരു വീട് പണി നടക്കുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നു. ഇപ്പം മോൻ അമേരിക്കയിലാണ്, സിനിമാറ്റോഗ്രാഫി അഡ്വാൻസ് ഫിലിം ഫീൽഡിലോട്ട് തന്നെ. വിസ്കോം കഴിഞ്ഞിട്ട് ഇപ്പം 2-3 പടങ്ങൾ ചെയ്തു. മറ്റേ ജോമോൻ്റെ കൂടെ 2 പടം അസിസ്റ്റ് ചെയ്തിരുന്നു. സാറിന്റെ പടങ്ങളിൽ ഏതെങ്കിലും വർക്ക് ചെയ്തോ? പിക്കറ്റ് 43-ലുണ്ടായിരുന്നു, പിന്നെ എന്നാ എൻ്റെ മൈദീൻ, 2 ജോമോൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു പടം പ്രിയേട്ടൻ്റെ കൂടെ തിരുവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗീതാഞ്ജലി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബിജോയ്സ് ഇപ്പോൾ കുറേ ഹിന്ദി പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ചീഫ് അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഇപ്പോൾ മൂപ്പറമ്മിൽ വലിയ സിങ്കാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം അമേരിക്കയിൽ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ. ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിലാണ്. ഓ വാവ്, വെരി ഗുഡ്. അപ്പോൾ പിന്നെ നമുക്കൊരു റിയൽ ഗുഡ് ടാലന്റ് വരുന്നുണ്ട് നമ്മുടെ മലയാളം സിനിമയ്ക്ക്. ഐ തിങ്ക് ഹി ഈസ് ഗോയിങ് ടു വർക്ക് ദർ ഫോർ ഒരു 6 മാസം ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ചിങ്ങോട്ട് വരണ്ടെന്ന് പറയാം, അവിടെ നേരെ ഹോളിവുഡിലോട്ട് കയറിയാൽ മതി. അതിനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആഫ്റ്റർ ഓൾ ഇന്ത്യ മീൻസ് കം ബാക്ക് എന്നുള്ളതാണ്. അപ്പം മോനൊരു ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു, ഓക്കെ നമുക്ക് ഇങ്ങനെ പോകണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക്. സിനിമ ഫീൽഡ് എന്തുമാത്രം സ്ട്രെസ്ഫുൾ ആണ് എന്ന് സാറിന് അറിയാലോ. എനിക്കറിയാം. പിന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം സാധാരണ എല്ലാ വീട്ടിലും സമ്മതിക്കത്തില്ല ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡിലേക്കൊക്കെ പോകാനായിട്ട്. എൻ്റെ മിലിറ്ററി സർവീസിലുള്ള സമയത്തും ഐ യൂസ് ടു ഇൻസ്റ്റിഗേറ്റ് ഹിം ദാറ്റ് ഓക്കെ പുട്ട് ഓൺ ദ യൂണിഫോം. ബട്ട് ദെൻ ഹി ഡിഡ്ന്റ് സീ മച്ച് ഓഫ് ആർമി ലൈഫ് അധികം കണ്ടിട്ടില്ല. കാരണം അവൻ ഒരു 4ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടയറായിട്ട് പോകുന്നു. അപ്പോൾ അവൻ അതിൻ്റേതായിട്ടുള്ളൊരു കിക്ക് കിട്ടുന്നതിന് മുന്നെയാണ് പിന്നെ സിവിലിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൻ കണ്ടിരിക്കുന്നത് ലാലേട്ടൻ്റെയും പ്രിയദർശൻ്റെയും ഇങ്ങനെയുള്ള ഫാമിലി, അവരുടെയൊക്കെ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പം സോ ദെൻ ഹി ഗോട്ട് ഇൻ ടു ദിസ്. അവന് കുട്ടിക്കാലം മുതൽക്ക് ക്യാമറയിൽ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു, ഫോട്ടോഗ്രാഫ്സ് എടുക്കുക എന്നുള്ളതൊക്കെ. അത് നമ്മൾ കുട്ടികൾ ക്യാമറയിൽ എടുക്കുന്ന കാണുന്നില്ല. ഹി ഹാഡ് സം വിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വിസ്കോമിന് പോയിട്ട് ക്യാമറയിലേക്ക്. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ പലരും ചോദിക്കും അച്ഛൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഡയറക്ഷൻ വെക്കും എന്ന് ചോദിക്കുന്നു. ഡയറക്ഷൻ ഭയങ്കര ടെൻഷനാണ്, അതെനിക്ക് പറ്റില്ല എന്ന്. ഇറ്റ്സ് ഹീസ് ഓൺ ടു ക്യാമറ, അതിൻ്റെ മുകളിൽ തന്നെയാണ്. എന്തെങ്കിലും ഇങ്ങനെ ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പം സിനിമ തുടങ്ങുന്ന സമയം നമ്മൾ ഈ ബുധനാഴ്ചകളിൽ സിനിമ തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ന ആളെ വെച്ചിട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും സിനിമയിൽ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു നല്ല സമയം നോക്കുക എന്നുള്ളത് നമ്മുടെ മിത്തോളജിയിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് ചില ഡയറക്ടേഴ്സ് ചില ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. അങ്ങനെ കാരണം ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത പടത്തിൽ ചാൻസ് ഇല്ലെങ്കിൽ അത് ശരിയാ. then how can you make this? So don't get into അതുപോലുള്ള മിത്തിലൊന്നും നമ്മൾ കയറിപ്പെടാം. So do you have some team, ഒരു സെറ്റ് ഓഫ് ടീം എപ്പോഴും കൂടെ? ടെക്നിക്കൽ ടീമുണ്ട്. ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എൻ്റെ 2 അസോസിയേറ്റുമാരാണ് ഓൾവേസ് എപ്പോഴും കൂടെയുള്ള. അപ്പോൾ അതൊന്ന് രാജാജി കുടമാളൂർ, അല്ലെങ്കിൽ ബെന്നി തോമസ്. പിന്നെ എൻ്റെ അസിസ്റ്റന്റുമാരെന്ന് പറഞ്ഞാൽ 3-4 പടങ്ങളിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക്, ഇപ്പോൾ സന്തോഷാണെങ്കിലും ശരി, റോബിനാണെങ്കിലും ശരി, ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ ടെമ്പറാമെൻ്റ് അറിയാം. അവർക്കറിയാം ഇതിൻ്റെ ഈ പടത്തിൻ്റെ ബഡ്ജറ്റിൽ നമ്മൾ എങ്ങനെയെല്ലാം കുറയ്ക്കാൻ പറ്റും. അല്ലാതെ അവർ തോന്നിയ പോലെ ലിസ്റ്റ് ഇട്ട് തരില്ല, എന്നോട് ചോദിച്ചില്ലാതെ തരില്ല. ഒരു 100 ജൂനിയർ ആർട്ടിസ്റ്റ് വേണ്ടിടത്ത് ഞാൻ അതിനെ എങ്ങനെ 25 കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്ന ആളാണ്. 5000 ആൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിഷ്വലുണ്ടായിരിക്കും, പക്ഷെ അതിനെ എങ്ങനെ ഞാൻ 100 ആളെ വെച്ചിട്ട് പിന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും. കാരണം ഈ 5000-ൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത് അന്നത്തെ ദിവസം അവർ കാലത്ത് വന്നിട്ട് വൈകിട്ട് വരെ ഷോട്ട് എടുത്താലും ഇല്ലെങ്കിൽ അവരുടെ പൈസയും പോയി. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളതുണ്ട്. ഒരു പടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ലീവ് ഓൺ ദ പ്രൊഡ്യൂസർ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ അത് കേൾക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആർക്കായാലും അറിയാം, ഞാൻ എൻ്റേതായിട്ടുള്ള വണ്ടി എടുത്ത് പോകുന്നു കാര്യങ്ങൾ. ഐ ഡോണ്ട് ലിവ് ഓൺ ദം. ചാപ്പാട് പോലും എനിക്ക് പ്രൊഡക്ഷൻ്റെ ഫുഡ് എന്നുള്ളതല്ല. ഞാൻ എൻ്റെ കൊച്ചിയുള്ള സമയത്ത് വീട്ടിൽ വന്ന് ഞാൻ ചാപ്പാട് വയ്ക്കും. സോ അല്ല, സോറി ഐ എം ഡൈവേർട്ടിങ് ഫ്രം ദ ടോപ്പിക്.
ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യു ആർ ലീഡിങ് എ വെരി ഡിസിപ്ലിൻഡ് ലൈഫ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഫുഡ് ബേസ്ഡ് ഡിസിപ്ലിൻസ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ജീവിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല അത് അല്ല. അപ്പം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ട് അത് ഏജിനനുസരിച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് കുട്ടിയായിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ആയിരിക്കില്ല നമ്മൾ വളർന്നു വരുന്ന സമയത്തുള്ളത്. ഇത് വളർച്ച നിൽക്കുന്നൊരു സമയമുണ്ട്. ഒരു 30 കഴിയുമ്പോഴത്തേക്കും എൻ്റെ വളർച്ച നിന്നു, പിന്നെ മുകളിലോട്ടില്ല, ഹൈറ്റ് കൂടില്ല, വെയിറ്റ് മാത്രമേ കൂടുള്ളൂ. അപ്പോൾ വേസ്റ്റ് ആണ് ഏറ്റവും അധികം വയറ് എന്ന് പറയുന്നൊരു സംഭവം, അതാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. കണക്കാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എനിക്കത് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് തിങ്. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് അബ്യൂസ് മൈ ബോഡി. ബട്ട് സ്റ്റിൽ ഒരു ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാനാണെങ്കിൽ വാട്ട് വിൽ യു? സത്യം പറയാലോ, എനിക്ക് ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ദിവസം മുഴുവൻ നല്ല മറ്റേ വൈറ്റ് റൈസ്, പൊന്നി റൈസും സാമ്പാറും തന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഒരു കടുമാങ്ങ ഉണ്ടെങ്കിൽ ഐ എം ഹാപ്പി. അത് ഡെയിലും നൈറ്റിലൊക്കെ വേണമെങ്കിൽ അത് ചുടുക്കനെ കിട്ടുന്നത് മാത്രമേ. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ പൊരിയൽ വേണം, മറ്റത് വേണം, നോൺ വെജ് വേണം. നോൺ വെജ് നവഡേയ്സ് ഐ എം നോട്ട് ഈറ്റിംഗ് മച്ച്, ബിക്കോസ് ഉണ്ടെങ്കിലൊന്ന് തൊടുന്നുള്ളതല്ലാതെ എനിക്ക് നോൺ വെജിനോടുള്ള താല്പര്യം കഴിഞ്ഞിരിക്കുന്നു. സാറിന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുനിന്ന് വഴക്ക്, അടി ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അടി എന്ന് പറഞ്ഞാൽ കൂടുതൽ അടിക്കുന്ന അമ്മയാണോ അച്ഛനാണോ? അമ്മ ഒരിക്കലും അടിക്കില്ലായിരുന്നു. അമ്മ അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഈ അച്ഛൻ അടിക്കുന്ന വിഷമം കണ്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 37 കൂടെ ഒരു കോൺട്രിബ്യൂഷൻ തരും. സാധാരണ അച്ഛൻ അടിക്കുന്ന കാണുമ്പോൾ വിഷമം വരുമ്പോൾ അയ്യോ പോലെ അടിക്കില്ല. അത് ഉണ്ട്. പക്ഷെ അപ്പം അമ്മയുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നോക്കുമ്പോൾ ഇത് എന്തിനാണിത് ഈ തല്ല് വാങ്ങിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മയും കൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഒഴിവായി പോവല്ലോ എന്ന് പറഞ്ഞിട്ട് ആ അടിയിൽ വേദനയില്ല, അമ്മ അടിക്കുന്നില്ല. ഞാൻ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു, വളരെ ക്വയറ്റായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ അടിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു നാട്ടുകാരും എല്ലാം കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുട്ടിക്കാലത്ത് അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നോട്ടി സൈഡ് വാസ് എന്നെ ഇവിടെ കുത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ മുളയ്ക്കുന്നത് ഞാൻ 4 പറമ്പ് കഴിഞ്ഞിട്ടായിരിക്കും. അത് അമ്മ പറയാറുണ്ട്. ഇവിടെ പിടിച്ചോടെ ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നീട് അമ്മ ഒന്ന് അടുക്കളപ്പെട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഈ തറവാടത്ത് മിസ്സായിട്ടുണ്ടാവും. പിന്നെ നോക്കുന്നത് ഞങ്ങൾക്ക് വലിയ പറമ്പും ഇതൊക്കെയാണ്. ഒരു 5-6 ഏക്കർ കോമ്പൗണ്ടിലായിരുന്നു ഞങ്ങളുടെ തറവാട്. ഏതെങ്കിലും മാവിൻ്റെ മുകളിലോ പ്ലാവിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ഞാനും എൻ്റെ പണിക്കാരും കന്നിനെ നോക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട്. അവരൊക്കെ ആയിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ. വീട്ടിൽ പണിയെടുക്കുന്നവരായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ. ഞങ്ങൾക്ക് കാളയും പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈവൻ പശുവിനെ കറക്കാൻ ഞാൻ കേമനായിരുന്നു. കാരണം കറക്കും. കാരണം അമ്മ എഴുന്നേറ്റിട്ട് കുളിയെല്ലാം കഴിഞ്ഞ്, കാരണം അമ്മയ്ക്ക് വയറുവേദന ഉണ്ടായിരുന്നു ഞങ്ങൾ പാർട്ടീഷൻ കഴിച്ചപ്പോൾ. അപ്പം അമ്മയുടെ പശു എന്ന് പറയുന്നത് ഞാനാണ് പോയി കറക്കുന്നത്. ഈവനിങ് പശുവിന് ഐ ഡോണ്ട് തിങ്ക് വി ഹാഡ് എനി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ഐ ഡോണ്ട് തിങ്ക് ഒരു പേരുണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പശുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കലും, പിണ്ണാക്ക് തേക്കും, പുല്ലരിഞ്ഞു കൊടുക്കുന്നു, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പുല്ലരിയുമ്പോൾ പലപ്പോഴും എൻ്റെ ഇവിടുത്തെ തോല് പോവും. കാരണം ഈ അരിവാൾ വെച്ചിട്ട് പുല്ലരിയുമ്പോൾ പലപ്പോഴും ഇവിടുത്തെ തോലും ചേർത്തിട്ട് പൊളിച്ചളയും. പക്ഷേ എനിക്ക് പശുവിനെ കറക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ഹിഡൻ താല്പര്യമുണ്ട്. കാരണം ഈ ചൂട് പാല് ഒറ്റടിയും കടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. സ്വഭാവം ഉണ്ടായിരുന്നു അത് അന്നൊക്കെ. അതൊക്കെയാണ് നമ്മുടെ ഒരു എനർജി. അതുപോലെ നാളികേരം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 2 പൊളിച്ചുകൊണ്ട് പോയിട്ട് എവിടെന്നെങ്കിലും ഒരു പൂള് ശർക്കരയും കിട്ടിക്കഴിഞ്ഞാൽ ഒരു നാളികേരം മുഴുവൻ കുത്തിയിരുന്നടിക്കുക. അന്നൊക്കെ വിശപ്പുണ്ട്. വളരുന്ന സമയമാണ്. നമ്മൾ അതിനനുസരിച്ച് അധ്വാനിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, നീന്തുന്നുണ്ട്. പുഴ മുഴുവൻ, വാഴപ്പുഴ മുഴുവൻ ഓടിക്കളിക്കാറുണ്ടായിരുന്നു. അത്രയും ഫിസിക്കലി ഫിറ്റായിരുന്നു. പക്ഷെ സൈസ് ചെറുതായിരുന്നു. 10ാം ക്ലാസ്സിൽ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിനകത്ത് 37.5 കിലോയാണ് എൻ്റെ വെയിറ്റ്. 37.5 kg. അന്നത്തെ കാലത്ത് അത് തന്നെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷത്തിലാണ് ഞാൻ ഈ 52 കിലോ കറക്റ്റ് പട്ടാള സൈസായിട്ട് പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ടോ? പാകിസ്ഥാനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ പറ്റില്ല. ബിക്കോസ് ബീങ് എൻ ആർമി മാൻ ഐ കനോട്ട് മേക്ക് എനി ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളത്, ദുബായിൽ പോയ സമയത്ത് SFC മുരളീച്ചേട്ടൻ്റെ ഹോട്ടലിലാണ് ഞാൻ താമസിക്കാറുള്ളത്. അപ്പം മുരളീട്ടൻ്റെ അവിടുന്ന്, മുരളീട്ടൻ്റെ ഹോട്ടലിൽ പാകിസ്ഥാനീസ് എംപ്ലോയീസ് എല്ലാവരും ഉണ്ട്. അങ്ങനെ എന്നെ മുരളീട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ വന്നത് പാകിസ്ഥാനിയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അബുദാബിക്ക് എന്നോട് ചോദിച്ചു, ഞാൻ ഗാന ഡാൽദും ഗാന ഡാൽദേ ഇട്ടത്. അവൻ ആദ്യത്തെ പാട്ടിട്ടത് ഖുദാസെ മന്നത്തെ എന്നുള്ള പാട്ട്.
ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ ചോദിച്ചു നീ എടുത്തേരാണെന്ന് ചോദിച്ചു. ഞാൻ പാകിസ്ഥാനിയാണെന്നുള്ളത്. ഓക്കെ, പാകിസ്ഥാനിൽ എവിടെയാണ്, ഇന്ന സ്ഥലം, അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് പോവാണ്. പിന്നെ നോക്കുമ്പോൾ ഇപ്പം മലയാളം പാട്ടുകൾ ഇട്ട് വരുന്നുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് മുരളിച്ചേട്ടൻ്റെ അവിടെ പോകുന്നു, ചാപ്പാട് കഴിക്കുന്നു, ഇറങ്ങിപ്പോരുന്നു. തിരിച്ചെന്നെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വിട്ട സമയത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് നീ ആദ്യം ഇട്ട പാട്ട് ഖുദാസമിനത്ത് ഇത്രയും ഇഷ്ടമാണോ എന്ന് വെച്ചു. അരേ സാർ ഓ തോ ഹം തോ മേര ഫേവറേറ്റ് ഗാനാണ്. കാരണം അത് കേൾക്കുമ്പോൾ ഞാനൊരു പാകിസ്ഥാനി പോലും കരഞ്ഞു പോകും. ഈ ഒരു കാശ്മീരിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തെല്ലാം നടക്കുന്നു എന്നുള്ളതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പടം കണ്ടു. പിന്നെ സാർ എൻ്റെ അടുത്ത് CD ഉണ്ട് സാർ, എൻ്റെ മലയാളി ഫ്രണ്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡയറക്ടർ കൊയ് ഫൗജിയെ ഫൗജി ആപ്ക ജേസ കൊയ് ഫൗജിയെ. അപ്പം എന്നെ മേജർ സാബ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മേജർ സാബ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഓ कोई मेजर रवि है ना, हाँ सब ऐसे कोई है, तो मैं हूँ, तो आप बिलीव करोगे? नहीं साहब, वो पता नहीं, मैं बोल रहा हूँ ओ मैं हूँ. ഇവന് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് ഇവൻ അതിൻ്റെ സീരിയസ്നെസ്സിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, നീ ഇവിടുന്ന് വിട്ടിട്ട് പോയിട്ട് നിൻ്റെ സ്റ്റാഫ് മലയാളീസിൻ്റെ അടുത്ത് ചോദിക്കുക ഹോട്ടലിൽ ആരെയാണ് നിങ്ങൾ MDയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വന്നത് എന്നുള്ളത്. ഇവൻ പോയി ചോദിച്ചാൽ അത് മേജർ രവി അത് തന്നെയാണ് കൊടുക്കുന്നത്. ഇവൻ പിറ്റേ ദിവസം കാലത്ത് കാത്തിരിക്കുകയാണ് എന്നെ കൊണ്ടുപോയി. യു ഷുഡ് ഹാവ് സീൻ ദ ഹാപ്പിനെസ് ഓൺ ഹിസ് ഫേസ്. ബട്ട് ഐ കാൻറ്റ് കണ്ടിന്യൂ എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദം ബിക്കോസ് നമ്മുടെ ടെലിഫോൺ ലൈനിൽ ഞാനിപ്പം ഒരു കഥ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പാകിസ്ഥാനിൽ നിന്നൊരു കോൾ വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ നമ്മൾ എടുക്കുമെന്നുള്ളതല്ല. അപ്പം അതുകൊണ്ട് ബേസിക്കലി വി കീപ് ഇറ്റ് അവേ. പക്ഷേ നമ്മൾ വാട്ട് വി റിയലൈസ് ഇസ് പാകിസ്ഥാനികൾക്ക് ഇത്രയും തന്നെ വിഷമമുണ്ട് ഈ യുദ്ധം നടക്കുന്നതിൽ. നമ്മളെപ്പോലെ തന്നെ അവരും എന്തൊരു പിക്കറ്റ് 43 കണ്ടിട്ട് എന്നെ പാകിസ്ഥാനീസ് വിളിച്ചിട്ടുണ്ട് ദുബായിൽ നിന്ന്. എൻ്റെ മലയാളി ഫ്രണ്ട്സ് അവരോട് സാർ എങ്ങനെ എൻ്റെ റൂമിൽ ഒരു 3-4 പാകിസ്ഥാനി അവർ ഈ പടം കണ്ടിട്ട് സാറിനൊന്ന് സംസാരിക്കണം എന്നുള്ളതുണ്ട്. ഞാൻ വിളിക്കാമെന്ന്. പിറ്റേ ദിവസം അവർ വിളിച്ചു. പാകിസ്ഥാനീസിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരോട് ജനാബ് ഈ ജേസ ഫിലിം ദേഖത്തെ വഖത്ത് കാണുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത് എന്തിനായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ആയതെന്നുള്ളത്. നമ്മൾ സെപ്പറേറ്റ് ആയതിനു ശേഷമുള്ള ഈ ശത്രുത മുഴുവൻ ഉണ്ടായിട്ടുള്ള. അപ്പോൾ എൻ്റെ 1971 ബിയോണ്ട് ബോർഡേഴ്സിനകത്തിൻ്റെ തിക്കായിട്ടുള്ളൊരു പ്രമേയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം പട്ടാളക്കാർ തമ്മിൽ വെടിവെച്ച് കൊല്ലുമായിരിക്കും, പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ശത്രു നിങ്ങൾക്ക് കട്ടയ്ക്കൊരു പോരാട്ടം തന്നു കഴിഞ്ഞാൽ അവൻ്റെ ഡെഡ് ബോഡിയുടെ മുകളിൽ സല്യൂട്ട് അടിക്കാതെ മറക്കാറില്ല നമ്മൾ. അത് നിങ്ങൾക്കറിയില്ല. അതാണ് എൻ്റെ ഈ 71. ഇത് കുറച്ച് ഇമോഷണൽ മെലോഡ്രാമയാണ്. മെലോഡ്രാമ എന്ന് പറഞ്ഞാൽ നടന്ന സംഭവങ്ങളാണത്. ഈ 3 ക്യാരക്ടേഴ്സാണ് ഇതിൽ ഹൈലൈറ്റ് ആവുന്നത്. ഒരു പാകിസ്ഥാനി ഓഫീസർ, 2 ഇന്ത്യൻ ഓഫീസേഴ്സ്. ഇവരുടെ ഉള്ളിൽ കൂടെയാണ് ഈ കഥ ഇങ്ങനെ പോകുന്നത്. പോയിട്ട് അവരുടെ മാനസിക സംഘർഷങ്ങളാണ് ഈ പടത്തിനകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിലും ഞാൻ നിങ്ങളെ ഇരുത്തിയൊന്ന് ചിന്തിപ്പിക്കും. വൈ ഡിഡ് വി ഗെറ്റ് പാർട്ടീഷൻഡ്? അതിൻ്റെ ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. പിന്നെ ഈ ശത്രുത ഹിന്ദു മുസ്ലിം എന്നുള്ളത് വന്നിരിക്കുന്ന എവിടെ നിന്നാണ്? ഈ ഇന്ത്യയും പാകിസ്ഥാനും പാർട്ടീഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും ഇങ്ങനെയുള്ള ശത്രുത ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ പൊളിറ്റിസൈസ് ചെയ്തിരിക്കുന്നു. ഈ ജാതിയെ വെച്ച് പൊളിറ്റിസൈസ് ചെയ്തു. അപ്പോൾ അതിൽ അനുഭവിക്കുന്ന ആരാണ്? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. കൺഫ്യൂസ്ഡ് മുസ്ലിംസ്, കൺഫ്യൂസ്ഡ് ഹിന്ദുസ്. ആർ ദേ റിയലി അവർ എനിമീസ് ഓർ ഫ്രണ്ട്സ് ഓർ? ഇത് കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരുന്നാലാണ് ഈ 70 വർഷം വരയ്ക്ക് ഭരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഈ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇവൻ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് ഇൽസയ്ക്ക് ഏയ് കമാൺ ഗെറ്റ് ഔട്ട്. എനിക്കും എൻ്റെ അയലോക്കത്താരും മുസ്ലിമിനുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. വൈ ആർ യു ക്രിയേറ്റിംഗ് ദിസ് തിങ്? ഇപ്പം മേജർ രവി വർഗീയനാണ്. കാരണം പല ഫേസ്ബുക്ക് പോസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ എന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് ഭാരതത്തിൻ്റെ സ്പിരിറ്റിനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനൊരു ഫീലിംഗ് ഇവിടെ ഭാരതത്തിൽ വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ചു, നമ്മൾ തമ്മിൽ യാതൊരു അടിമഴക്കുണ്ടാവില്ല. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സീറ്റോടെ ഇവരുടെ ജോലി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയാം ഇതിനകത്ത് സത്യമില്ലാത്ത കുറേ ന്യൂസുകൾ, അത് കേട്ടാൽ തെറി വിളിക്കാൻ വേണ്ടി ഒരു പണിയില്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അതേ ആൾക്കാർ ഇപ്പം അതേ സമുദായത്തിൽ നിന്ന് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് സാറൊന്ന് സമാനമായിട്ടിരിക്കുക, സാർ എന്തിനാണ് അതിനൊക്കെ ടെൻഷൻ അടിക്കുന്നതെന്ന് കേൾക്കുന്ന സമയത്ത് യെസ് യു ഗോട്ട് ഗുഡ് പീപ്പിൾ ഇൻ ദാറ്റ് സൈഡ്. അപ്പം ഞാൻ വിശ്വസിച്ചത് കറക്റ്റാണ്. അവിടെ നല്ല ആളുകളുണ്ട്. ഇതിനകത്ത് ഒരാൾ മതിയല്ലോ ഒരു സമുദായത്തിനകത്ത് ആ സമുദായത്തിനെ മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കാൻ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഐ ഡോണ്ട് കെയർ നൗ. നമ്മൾ ഈ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ
കൂട്ടി യോജിപ്പിക്കാൻ നോക്കുക. ദാറ്റ് ഈസ് അതെ, സാറാണെങ്കിലും സാറിൻ്റെ ഫിലിംസിലൂടെ നമുക്കിങ്ങനെ നല്ല നല്ല മെസ്സേജസ് യുനോ ബീറ്റ് അബൌട്ട് ആർ കൺട്രി, ബീറ്റ് അബൌട്ട് പേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പൊ അതിന്റെ പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കില്ലേ 1971? കുറെ നേരം അയ്യോ പോസ്റ്റ് വന്നു, സോറി. അതുകൊണ്ട് എഡിറ്റിങ്ങിന് കയറിപ്പോ